പ്രിയ പ്രേക്ഷകരെ, പണ്ട് വേദകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കോടാങ്കി മഹർഷി എഴുതിയ ലക്ഷണശാസ്ത്രമാണ് തുടരുന്നത്. അത് ബാക്കിയെല്ലാ ലക്ഷണങ്ങളും കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ലക്ഷണൊത്ത പുരുഷനാണ്. അതുപോലെ സ്ത്രീകളായിക്കോട്ടെ, ഏറ്റവും ലക്ഷണോത്തരമാണ്. മറ്റ് നക്ഷത്രം 27 അത് പല നക്ഷത്രക്കാരുണ്ടാവും. ഒരിക്കലും ഒരേ ഫലമല്ല. അപ്പം അശ്വതി തന്നെ ഒരുപാട് ആളുകൾ അശ്വതിക്കാരുണ്ടാവും. ഒരിക്കലും ഒരുപോലെ ഫലമല്ല. അതുപോലത്തെ രാശിഫലവും അതുപോലെ തന്നെയാണ്. എന്നാൽ കോടാങ്കി മഹർഷി പറയുന്നത് ആ ലക്ഷണമൊത്ത ആളുകൾ ഏറ്റവും ഭാഗ്യവന്മാർ തന്നെയാണ്. അത് ആരൊക്കെല്ലാം ഉണ്ട്, ഏതെല്ലാം ലക്ഷണമാണെന്നുള്ളത് കുറേ ഭാഗം പറഞ്ഞു കഴിഞ്ഞ് ഇനി കൈയും വിരലുമാണ് പറയുന്നത്. കൈ എന്ന് പറഞ്ഞാൽ കൈപ്പത്തി മുട്ടിൻ്റെ താഴെ എത്തുന്ന ആൾക്കാരുണ്ടാവും. അത് മഹാത്മാക്കളാണ്. അത് കോടിക്കണക്കിന് ഒരാൾക്കാരുണ്ടാവും. മറ്റുള്ളത് എന്ന് പറഞ്ഞാൽ കൈപ്പത്തി മുട്ടിൻ്റെ മേലെ തന്നെ ആയിരിക്കും. മുട്ടിൻ്റെ അടുത്ത് ഭാഗത്താണ്ടാവും, മുട്ടിന് താഴെ എത്തില്ല. ഇവർ ഭാഗ്യശാലിയാണ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോരുത്തർക്കും ഗജവീരന്റെ തുമ്പിക്കൈ പോലെ കൗതുകമാർന്നതും കാൽമുട്ട് വരെയും നീളമുള്ളതും നല്ല കൈകളാം ബാഹുക്കളേവമാർക്കുണ്ടോ മാനരൻ ഭാഗ്യശാലിയ ധനധാന്യാദി സമ്പത്ത് നാൾക്കുനാളവനേറിടും. ഇതുപോലത്തെ കയ്യിലൊരു കാലിൻ്റെ മുട്ട് വരെ എത്തുന്ന, മുട്ടിന് താഴെ എത്തുന്നില്ല, മുട്ട് വരെ എത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഭാഗ്യശാലിയാണ്. ഇവർക്ക് ഭാഗ്യശാലിയും ധനധാന്യ സമ്പത്ത് നാൾക്കുനാളവർ നേറിയിടും. അതൊരു നല്ല ലക്ഷണമാണ് കൈയിൻ്റെത്. നീളം കുറഞ്ഞ ബാഹുക്കൾ നിത്യദാരിദ്ര്യ ലക്ഷണം. രോമം നിറഞ്ഞതാണെങ്കിൽ സീമ വിട്ടുള്ള ജീവിതം. അത് നീളം കുറഞ്ഞ ബാഹുക്കൾ നിത്യദാരിദ്ര്യമാണ്. അത് രോമം നിറഞ്ഞതാണെങ്കിൽ സീമ വിട്ടുള്ള, അതിര് വിട്ടുള്ള ജീവിതം. ഒന്നിന് ക്രമം ഉണ്ടാവില്ല. അതാണ് മാധവൻ തേടി നീണ്ടൊട്ടു മിടയില്ലാതെ ഭംഗിയായി വിരൽപത്തുള്ള വാഹുക്ക് എഴുപോൻ ധനികൻ ദൃഢം. മാധവൻ തേടി, മാധവമായ കൈപ്പത്തി, അതുപോലെ തന്നെ ഇടയില്ലാത്ത കൈക്കൂടെ ഇടയുണ്ടാവില്ല. ഇങ്ങനെ നോക്കിയാൽ ഇതാണ് അവർ ധനികന്മാരെന്ന് പറയുന്നത്. തടിച്ച വിരലേലും കൈ എവിടെയോ കാമചാരിയ. പരന്ന വിരലാണെങ്കിൽ മോഷണം തൊഴിലായിടും. തടിച്ച വിരലാണെങ്കിൽ കൈയിലാണെങ്കിൽ കാമചാരിയാണ്. അതിൽ തന്നെ പരന്ന വിരലാണെങ്കിൽ മോഷണം തൊഴിലായിടും എന്ന് പറയുന്നത്. നിവർന്നാൽ പിന്നോട്ടൽപ്പം വളഞ്ഞ വിരലുള്ളവൻ സാഹിത്യകാരനായിടും ബുദ്ധിവൈഭവമേറിടും. അപ്പോൾ നിവർന്നാൽ പിന്നോട്ടൽപ്പം വളഞ്ഞ വിരലുള്ളവൻ, ഇങ്ങനെ ഇങ്ങോട്ട് വളയണം, ഉള്ളോട്ടല്ല പുറത്തേക്ക്. കൈപ്പത്തി ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടാവും. അത്തരം ആളുകൾക്ക് സാഹിത്യകാരനും ബുദ്ധിവൈഭവമേറിടും. വിരൽ 4ൻ്റെയും തുമ്പ് സമമായിട്ട് നിൽക്കുകിൽ വരും കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ വിരുതുള്ളവൻ. വിരൽ 4ൻ്റെയും തുമ്പ് ഒരുപോലെ നിൽക്കുക. അത് ഞാൻ ഇതൊരാർക്കും കണ്ടിട്ടില്ല. ഇതുപോലെ നിൽക്കണം. മറ്റേ നമ്മളെ അടുത്തൊക്കെ അവർ വേറെ വേറെ ആയിരിക്കുമല്ലോ. അതുപോലെയല്ല, അത് ലക്ഷക്കണക്കിന് ആളില്ലാത്തക്കാൾ ഞാൻ ഇതാർക്കും കണ്ടിട്ടില്ല. എനിക്ക് ഇങ്ങനെ വിരലുള്ള ആളുകൾക്ക് മുൻകൂട്ടി കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന, എന്ത് വരുന്നുണ്ടെങ്കിലും അവർക്കറിയാം. ഒരു പ്രളയം വരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഭൂമി കുലുക്കം വരുന്നോ, അല്ലെങ്കിൽ നാട്ടിലെ പ്രശ്നങ്ങൾ വരുന്നോ എല്ലാവർക്കും മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന പറയുന്നത്. വിയർക്കും വിരലുണ്ടെങ്കിൽ ആ നാരദൻ ദൃഢം. വിരലാറുള്ളവൻ സമ്പത്ത് എഴുപോൻ നല്ല ചിന്തകൻ. വിയർക്കും വിരലുണ്ടെങ്കിൽ നാരദനായിരിക്കും പറയുന്നത്. വിരലാറുള്ളവൻ സമ്പത്ത് എഴുപോൻ നല്ല ചിന്തകൻ. വിരലാറുള്ള ആളുകളുണ്ട് ചില, അതും അപൂർവമാണ്. ചിലർക്ക് പെരുവിരലിൻ്റെ അടുത്ത് ചെറിയ വിരലായിട്ട് 6 വിരൽ കാണും, അവർക്ക് ദാരിദ്ര്യ. എന്നാൽ ചെറുവിരലിൻ്റെ അടുത്ത് ഒരു ചെറിയ വിരൽ കാണാം, ഇവർക്കും വലിയ ഇതൊന്നും 6 വിരൽ തന്നെ കിട്ടണം. സാധാരണ വിരൽ പോലെ തന്നെ 6 വിരലുള്ള ആളുകളുണ്ടാവും. ഇത് നല്ല ചിന്തകനായിരിക്കുന്നു. ചെന്തണ്ടാർ നിലമോലുന്ന കൈത്തലം പൂണ്ട പുരുഷൻ. സ്വപ്രയത്നം കൊണ്ടു സമ്പത്തുണ്ടാക്കി പുലരുന്നവൻ. പഞ്ഞി പോലെയുള്ള കൈയുള്ളവൻ ധർമ്മചാരിയ. പണമില്ലാതെ വാണിടു മാനിരന്തൻ കുടുംബവും. വളരെ മിൻസായിട്ട് പഞ്ഞി പോലെ മറ്റേ ഉറപ്പില്ലാത്ത ചില കൈകളുണ്ടാവും. ഇത്തരം കൈയുള്ള ആളുകൾ ധർമ്മം കൊടുക്കുന്ന ആളായിരിക്കും. പക്ഷേ പൈസ ഒരു കയ്യിലുണ്ടാവില്ല, എല്ലാം പണം ഇങ്ങനെ ധർമ്മം കൊടുത്തതിന് തീർന്നു. ഞരമ്പ് കാണാൻ വയ്യാത്ത പിൻപുറം പൂണ്ട കൈത്തലം. രാജാധികാരമാളുന്ന മാനവനുള്ള ലക്ഷണം. കൊഴുത്ത മണിബന്ധത്ത ലഴകേറിയ കൈത്തലം. മുടിചൂടാത്ത മന്നന്റെ ലക്ഷണൻ രാജപുങ്കവ. അപ്പോൾ ഞരമ്പ് കാണാൻ വയ്യാത്ത, അതി നല്ല
കൈപ്പത്തിയായിരിക്കും. തടിച്ച് നല്ല മാംസളമായിട്ടുള്ള ശരീരം നല്ല ഒരു നിറത്തോട് കൂടിയിട്ടെല്ലാം തടിച്ചിട്ട് ഒരു ഞരമ്പൊന്നും കാണില്ല, ഒരു എല്ലും ഞരമ്പൊന്നും കാണാത്ത ഇത്തരം കൈത്തലം ഉള്ള പൂണ്ട, പിൻപുറം പൂണ്ട കൈത്തലം. പിൻപുറം ഇങ്ങനെ ആയിരിക്കും, ഒരു ഇരുവല്ലം ഞരമ്പുള്ളതാണ്, ഞരമ്പില്ലാത്തതായിരിക്കും. നല്ല ഇതായിട്ടില്ല മാംസളമായിട്ട് വരുന്ന കൊഴുത്ത മണി വന്ന് കൊഴുത്ത ഇതായിരിക്കും ഇവർക്കെല്ലാം. പിന്നെ വളരെ മുടിയുഴാത്ത മന്നന്റെ ലക്ഷ്മണൻ രാജ പൂങ്കവ, അതും അത്രയും നല്ല രാജാവിനെ പോലെ ജീവിക്കുന്നതാണ്. ഉള്ളം കൈയേറ്റവും താണതാണെങ്കിൽ തൻ പിതാവിനാൽ ധനമുണ്ടായ പുത്രന്റെ ലക്ഷണങ്ങളിലുത്തമം. ഉള്ളം കൈ ഏറ്റവും താണ് നിൽക്കും, ഒരു കുഴി പോലെ ഇരിക്കും ഉള്ളം കൈയിൽ. അത് ഒരു കുഴിഞ്ഞ കൈ കാണാം, അപൂർവ കാണും. അപ്പോൾ അത് പിതാവിൻ്റെ ധനമുള്ള ആളായിരിക്കും അവർ പറയുന്നത്. ഉള്ളം കൈ ഉന്നതാകാരമാണെങ്കിൽ ദാനശീലനാം, കനം കൂടിയതാണെങ്കിൽ ഉള്ളവും കടുകട്ടിയാം. ഉള്ളം കൈ ഉന്നതമാണെങ്കിൽ ദാനശീലനാണ്, അതില്ലാത്തത് കനം കൂടിയതാണെങ്കിൽ ഉള്ളതും കടുകട്ടിയാ, ഒന്നും കൊടുക്കൂല. പൊങ്ങിയും താണും കൈക്കുള്ളുള്ളവൻ ദുഷ്ടജിത്തന, ദാരിദ്ര്യം പുണ്ടലഞ്ഞിടും മനരൻ നിത്യവും ദൃഢം. പൊങ്ങിയും താണും ഉള്ള കൈപ്പത്തിയിൽ കാണാം. പൊങ്ങി ഇവിടെ ഇപ്പം പൊന്തിയിട്ടുണ്ടാവും, ഇവിടെ തൊണ്ടി, ഇവിടെ പൊന്തി, ഇങ്ങനെ ഒരു കല്ല് പോലെ ആയിട്ടുള്ള ചിലരുണ്ടാവും, ഒരു മുഴ പോലെ. അത്തരം മുഴ ഒരു മുഴ ആയിട്ടില്ല, അത് വ്യത്യത്താണ് ഉയർന്നിട്ടുള്ള ആളുകൾക്ക് ഒരു ദുഷ്ട മനസ്സുള്ളവരാണ്. ദാരിദ്ര്യം കൊണ്ടൊലിഞ്ഞിടും നിത്യം. വജ്രായുമതിൻ്റെക കൈത്തലിട്ടെഴുന്നവൻ ധനവാൻ മത്സ്യമാണെങ്കിൽ വിദ്വാനാണില്ല സംശയം. വജ്രായുധം എന്ന് വെച്ചാൽ വെട്ടുരേഖ അല്ലെങ്കിൽ ശൂലരേഖ എന്നൊക്കെ പറയും. ഇവൻ ധനവാനാണ്. മത്സ്യമാണെങ്കിൽ വിദ്വാനാണില്ല സംശയം. മത്സ്യരേഖ കാണാൻ ചിലർക്ക്, ഇവിടെ ഹെഡിക്ക് നോക്കിയാൽ കാണാം മത്സ്യരേഖ. കുടന്തോട്ടി കുടിക്കൂറ ഇവതൻ രേഖപാണിയിൽ കാണുന്ന പുരുഷൻ തൻ്റെ കൂട്ടുകാർക്കൊക്കെ വന്നവൻ. കുടന്തോട്ടി കുടിക്കൂറ ഒരു പാത്രത്തിന്റെ ആകൃതിയിൽ മഴയുള്ള രേഖയുണ്ട്. തോട്ടി കൊടി പോലെ കൊടിയറിയാറുണ്ട്. ഇവ രേഖ ഈ കൈപ്പത്തി കണ്ടാൽ കൂട്ടുകാർക്കൊക്കെ മന്നവൻ. മുക്കോണാകൃതി കൈത്താരിൻ മധ്യഭാഗത്തു കാണുകിൽ ധനമില്ലെങ്കിലും ധർമ്മ ദത്തവനാണ് അവൻ എപ്പോഴും. മുക്കോണാകൃതി പുരുഷനും ഒക്കെ ഒന്നും കൂടി പറയാണ്ട്, പുരുഷന് വലം കൈയിൽ നാരിക്കിടത് കൈയിലാണ് ജീവിതത്തിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പുരുഷന് വലം കൈയിൽ നാരിക്കിടത് കൈയില്ല. അപ്പോൾ മുക്കോണാകൃതി പെണ്ണിനും നന്ന്, പിന്നെ ആണിനും നന്ന്, പുരുഷൻ നന്ന്, സ്ത്രീക്കും നന്ന്. അത് മധ്യഭാഗത്ത് കാണുന്നെങ്കിൽ ധനമില്ലെങ്കിലും ധർമ്മദത്തവനാണ് എപ്പോഴും. അപ്പോൾ ഇപ്പോൾ പിന്നെ വലിയ പണക്കാരൊന്നുമില്ലെങ്കിൽ ധർമ്മം ചെയ്യുന്നുണ്ട്, അവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ തൽക്കാലം കുറച്ചൊക്കെ ഒരിടത്തക്കാരൻ്റെ പറയും, അത് വരിയത്തുണ്ടാവും എപ്പോഴും പണം. മഴുവും കുന്തവും വാളും വില്ലുമാളുന്ന കൈത്തലം രശനാശാലിയായുള്ള പടയാളിക്കു കണ്ടിടാം. അത് മഴുവും കുന്തവും വാളും പടയാളികൾ, ഇപ്പം പടയാളികൾ ആരും ഇല്ലാതുകൊണ്ട് അതിനെ പറ്റി പറയില്ല. മദ്ദളം പോലെ കൈപ്പറ്റി ഉള്ളിലാകൃതിയുള്ളവൻ യാഗകർമാധികാരത്തിൽ വിദഗ്ധൻ ബ്രാഹ്മണോത്തമൻ. മദ്ദളം പോലെ കൈപ്പറ്റിൽ നല്ല യാഗം നടത്തുന്ന ബ്രാഹ്മണന്മാർക്ക് കാണാൻ നടന്നത്. ഉള്ളം കൈയിലധികം രേഖ കൊണ്ടുമൂടിയതെങ്കിലും രേഖയില്ലെങ്കിലും നിത്യ ദാരിദ്ര്യത്തിന്റെ ലക്ഷണം. അതിരേഖ മനോദുഃഖമാണ്, അധിക രേഖ ഉണ്ടായിട്ട് കാര്യമില്ല. ചിലർക്ക് ഒരുപാട് രേഖകൾ കാണാം, അതുകൊണ്ട് ദാരിദ്ര്യാണ്. പിന്നെ രേഖയില്ലെങ്കിലും ദാരിദ്ര്യ. കൈ രേഖയിൽ കുറച്ചെങ്കിലും രേഖ വേണം. ചിലർ കേന്നുള്ള ആക്കാൻ ഒരു 2 രേഖ മാത്രമേ ഉണ്ടാവും. അപ്പോൾ അതുപോലെ അതും ഉള്ള ആൾക്ക് ദാരിദ്ര്യമായിരിക്കും. എല്ലിൻ്റെ മുഴ കൂടാതെ ഉള്ള തോൾ മുട്ടുകങ്കണം വില്ലുപോലെ വളവി വണ്ണ മുള്ളവൻ കൈവല്ലിയുള്ളവൾ. രാജ്ഞി സംഗീതമായിത്യ കലയിൽ കേവി മക്കളാൽ വരസേവിതകാന്തന്റെ കണ്ണിലുണ്ണി ദയാമയി. ശുഹിച്ചവാഹു നാരിക്കു വാശിയുണ്ടാക്കുമെപ്പോഴും വണ്ണം കൂടിയതാണെങ്കിൽ നിർണയം ധർമ്മചാരിണി. ശോഷിച്ച കൈ കാണാം, മെല്ലിച്ചിട്ട് ഉള്ള സ്ത്രീക്കാണ് പറയുന്നത്. സ്ത്രീൻ്റെ ഇടത്തെ കൈയാണ് സ്ത്രീൻ്റെ പറയുന്നത്, വലത് കൈയിൽ ഏറ്റ കാര്യമില്ല. അപ്പോൾ ഒരു വാശിക്കാരിയായിരിക്കും എന്ത് കാര്യത്തിനും. വണ്ണം കൂടിയതാണെങ്കിൽ നിർണയം ധർമ്മചാരിണി. വർണ്ണയുള്ള കൈകളാണെങ്കിൽ ധർമ്മം കൊടുക്കുന്ന ആളാണ്. നീളമേറി മെലിഞ്ഞിട്ടു വളവില്ലാത്ത പാണികൾ കളപോതുന്ന പെണ്ണിന്റെ തെളിവായുള്ള ലക്ഷണം. നീളമുള്ള കൈകളായിരിക്കും, പക്ഷെങ്കിൽ പിന്നെ മെലിഞ്ഞിട്ടായിരിക്കും, വളവില്ലാവൂലായിരിക്കും. അത് കളവ് പറയുന്ന സ്ത്രീകൾക്കുള്ള ലക്ഷണ.
നീളം കുറഞ്ഞ കൈത്തണ്ട് യോശയിൽ കണ്ടുവെങ്കിലോ കാമചാരിണിയാണെന്ന് പറയാൻ ലക്ഷണം ദൃഢം. നീളം കുറഞ്ഞാൽ കാമചാരിണിയാണ് പറയുന്നത്. കുങ്കുമാവഴും കൈത്ത തങ്കം പെണ്ണേരു വീടിനും തിങ്കളെന്ന വിധം ശോഭ നൽകി വാണിയിടും എപ്പോഴും. കുങ്കുമ അല്ല, നല്ല ചുവന്ന കൈകളുണ്ട്, താമരപ്പൂ പോലത്തെ കൈകളുണ്ട്. അത് നല്ലതാണ്. അത് കുടുംബത്തിനൊക്കെ എല്ലാം നല്ല നോക്കി നടത്തുന്നു, കാര്യം എല്ലാത്തിലുള്ള. ചുവന്ന താമരപ്പൂൽ ഭംഗിയായുള്ള കൈത്തലും അവനിക്കധിവൻ തൻ്റെ എങ്ങനെയൊക്കെയുള്ള ലക്ഷണം. അതും നല്ല പണക്കാരൻ്റെ ഭാര്യമാർക്കുള്ള ലക്ഷണമാണ് ചുവന്ന താമരപ്പൂൽ. പൂ പോലെ മൃദുവായുള്ള പാണിയെങ്കിലായവൾ നീതിമാനായ നാഥൻ്റെ ദാസിയായിട്ട് വാണിടും. അതുപോലെ പുഷ്പം പോലെ മൃദുവായിട്ടുള്ള വള്ള്, അതും നീതിമാനായ നാഥൻ്റെ ഭർത്താവിൻ്റെ ദാസിയായിട്ട് വാണിടും. തടിച്ച കൈത്തലം യോശായ് കടക്കം ക്ഷമീ ഗുണം അടുക്കാതെ ഇരുന്നീടും മുടിക്കും തൻ്റെ ജീവിതം. കൈത്തലം കൈപ്പത്തിയൊക്കെ തടിച്ച് ചില ആണുങ്ങളെ കൈപ്പത്തി പോലെ കാണാം ചില പെണ്ണുങ്ങൾക്ക്. അതിൽ അടക്കയില്ല, ക്ഷമയില്ല, അടുക്കാതെ ഇരുന്നിടും മുടിക്കും തൻ്റെ ജീവിതം. ജീവിതം മുടിക്കൂ ഉണ്ടെങ്കിൽ. ശങ്കിന്റെ രേഖ കൈത്താരി ലങ്കുരിച്ചുള്ള പെൺമണി പങ്കമേശാതെ നാടിന്റെ പങ്ക നന്നായി തിരിച്ചിടും. ശങ്കിന്റെ രേഖ കൈത്തിൽ കണ്ടാൽ, കയ്യിൽ കണ്ടാൽ ഇവർക്ക് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുക. ഇവർ പഞ്ചായത്ത് പ്രസിഡന്റ്, മന്ത്രിമാർ, ഇവരൊക്കെ ആവുന്ന പറയുന്നത്. പങ്കേശാതെ നാടിന്റെ പങ്ക നന്നായി തിരിച്ചിടും. അപ്പോൾ ഒരു ചാഞ്ചലില്ലാണ്ട് എല്ലാ കാര്യത്തിലും മുൻപന്തിൽ നിൽക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ്, മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരുടെ രീതിയിൽ വരും. കുടത്തിൻ മുദ്രയും ശൂല രേഖയും കയ്യിലുള്ളവൾ മിടുക്കും ധൈര്യവും കൊണ്ടു സുഖിക്കും കാമചാരിയായി. വാടിന്റെ രേഖ കൈത്താരി ലാളിടും പെണ്ണാരാധിയെ വീഴുവാൻ കൽപ്പഴും വണ്ണം വളരും യുദ്ധഭൂമിയിൽ. വാടിന്റെ കൈപ്പത്തി ഇത് കണ്ടാൽ, കൈരേഖ കണ്ടാൽ വാളിന്റെ രേഖ കൈത്താരി ലാളിടും പെണ്ണാരാധിയെ. പെണ്ണുങ്ങളെ കയ്യിൽ വാളിന്റെ കണ്ടാൽ അവര് യുദ്ധം ചെയ്യാൻ നടക്കുന്നതല്ല. പട്ടാളത്തിലേക്ക് പോയാൽ എല്ലാം കിട്ടും, പോലീസിലല്ലോ. ചതുരംഗത്തട്ടുപോലെ രേഖപാണിയിലുള്ളവൾ പൊതുരംഗത്ത് നേതൃത്വം വഹിക്കും നാടുവാണിടും. ചതുരംഗത്തട്ട് പോലെയുള്ള കുറെ ചെറിയ ചെറിയ കള്ളികളായിട്ടുള്ള അവർക്ക് നാടുവാണിടുന്നവരുണ്ട്. പൊതുരംഗത്ത് നേതൃത്വം വഹിക്കുന്ന, പൊതുരംഗത്തുള്ള രാഷ്ട്രീയത്തിലും അവർ വഹിക്കും. സ്ത്രീ അത് ഈ പറഞ്ഞ പോലെ അടുത്ത കയ്യിലായിരിക്കണം സ്ത്രീകൾക്ക്. അസ്തപങ്കജ മധ്യത്തിൽ മുക്കോണമുളവാകുകിൽ നിസ്തർക്കമവസർ രാജ്ഞിക്ക് തക്ക പോരാളുത്തമി. അസ്തപങ്കജ മധ്യത്തിൽ, കൈപ്പത്തിന്റെ മധ്യത്തിലൊരു മുക്കോണം ഉള്ള ഒരു സ്ത്രീക്ക് കണ്ടാൽ അത് ഇടത് കൈക്കാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. നിസ്തർക്കമവൾ രാജ്ഞിക്ക് തക്ക പേരാളുത്തമി. രാജ്ഞിനെ പോലെ ജീവിക്കുന്ന ആളാ. തേനിന്റെ നിറമായുള്ള പാണികൾ കണ്ട നാരിമാർ മേനിവിട്ട ആഭിജാത്യത്തെ ത്രാണനം ചെയ്തിടും ദൃഢം. മൃദുവായും കൊഴുത്തിട്ട് മുരുണ്ടും തളയാം വിരൽ കാണും വനിത സമ്പന്ന പുരുഷൻ നീതിമാനുമാ. മൃദുവാവും കൊഴുത്തിട്ട് മുരുണ്ട തള്ളവിരൽ, ചിലതൊക്കെ പരന്നതാണ്, ചില വിരുണ്ട കാണാം, ചില വിരുണ്ട. അതുപോലുള്ള ആളുകൾ പിന്നെ നീതിമാനായിരിക്കും, വനിതക്കാണെങ്കിൽ സമ്പന്നയായിരിക്കും. അത് നല്ലതാണ് വിരുണ്ട വിരലുകൾ. നീളമേറിയിടും അങ്കുഷ്ട മുള്ളവൻ ഗുരുവായിടും. ഇത് നാരിക്കു കണ്ടിട്ട് ലഭിസാരികയാണവൾ. നീളമേറിയിടും അങ്കുഷ്ട. അപ്പൊ നീളമേറിയ അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ ഇതാണ്ട് വിരലാണ്, പെരുവിരലാണ്. അങ്കുഷ്ടം നീണ്ടു ചൂണ്ടോന്നി മദ്യം ചുംബിച്ചുവെങ്കിലോ രാജസേവയിൽ ഉണ്ടായിടുന്നു ധനസഞ്ചയം എന്ന് മറ്റൊരുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വിരലിന്റെ ഉള്ളിൽ വരത്തണം, ഈ ചൂണ്ടുവിരലിന്റെ മധ്യത്തിൽ. അത് അതിന്റെ കുറച്ച് താഴോട്ടുള്ള ഇതാണ് മറ്റു പറയുന്നത്. നീളമേറിയിടും അങ്കുഷ്ട മുള്ളവൻ ഗുരുവായിടും. ഇത് നാരിക്കു കണ്ടി ഇടയിൽ അഭിസാരികയാണവൾ. ഇത് പുരുഷന് വന്നാൽ ഒരു മാസം മാറും, ആയിട്ട് വരാ, അല്ലെ ഗുരുവായിട്ട് വരാ എന്നാ പറയുന്നത്. സ്ത്രീക്ക് അത്ര ഗുണം പോരാ. തർജിനി ചുവടിൽ ചെന്ന് നിൽക്കുമങ്കുഷ്ടമുള്ളവൻ താർക്കികൻ നാരിയാണെങ്കിൽ ലക്രമകാരിയായിടും. തർജിനി ചുവട് എന്ന് പറഞ്ഞാൽ ഈ ചൂണ്ടുവിരലിന്റെ ഇവിടെ ഊർത്തം വരുത്തുന്നത്, അതിന്റെ മദ്യം വെച്ചൂല. ചെന്ന് തർജിനി ചുവട്ടിൽ ചെന്ന് അതിന്റെ ഊർത്തം വരെ അത് കിട്ടും. അതിന്റെ ഏറ്റവും ചുവട്ടിലായിരിക്കും, ചെറിയ വിരലായിരിക്കും പെരുവിരൽ. പെരുവിരലാണെങ്കിലും നീളം കുറവായിരിക്കും അതിന്. തർജിനി ചുവടിൽ ചെന്ന് നിൽക്കുമങ്കുഷ്ടമുള്ളവൻ താർക്കികൻ, എപ്പോൾ എന്തിനും കാര്യത്തിനും തർക്കിക്കുന്ന ആളായിരിക്കും. നാരിയാണെങ്കിൽ അക്രമകാരിയിടും. സ്ത്രീകൾക്കാണെങ്കിൽ അക്രമം കാണിക്കും. നിവർന്നാൾ വളവില്ലാതെ അങ്കുഷ്ടം കാണുമെങ്കിലോ പുരുഷൻ സസ്കര ശ്രേഷ്ഠൻ നാരിയോ പടുവേശിയും. നിവർന്നാൽ
ഇത് പിന്നോട്ട് വളയാത്ത വിരലുണ്ടാകും, ചിലത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും നേരെ കുത്തനെ, വളവില്ലാണ്ട് തീരെ. അത് ലേശം തടിച്ച വിരലുമായിരിക്കും ഇരിക്കും. അത് അങ്കുഷ്ടം കാണുമെങ്കിലോ പുരുഷൻ സസ്കര ശ്രേഷ്ഠൻ, അത് ഒരു മോശം നടക്കുന്ന ആളാണ്. നാരിയോ പടുകയും ചെയ്യും, അത് രണ്ടും നല്ലതല്ല. പിന്നെ പെരുവിരൽ നേരെ കുത്തനെ വെക്കുവാൻ പാടില്ല, ലേശം വളവുമാണ്. അങ്കുഷ്ടാഗ്രേ വലം ചുറ്റു രേഖയുണ്ടെങ്കിലാ നരൻ, സാഹിത്യകാരനായിടും മിടഞ്ഞുറ്റെങ്കിൽ നിർധനൻ. അങ്കുഷ്ടാഗ്രേ, ഇതിൻ്റെ അഗ്ര തെമ്പിൻ്റെ വിരൽ, വിരലിൻ്റെ അങ്കുഷ്ടം പെരുവിരലാണ്, അതിൻ്റെ തെമ്പത്തൊരു ഉണ്ടെങ്കിൽ വലം ചുറ്റി അല്ലേ രേഖയുണ്ടെങ്കിലാ നരൻ, സാഹിത്യകാരനായിടും മിടഞ്ഞുറ്റെങ്കിൽ നിർധനൻ. വനിതയ്ക്കിത്തരൻ രേഖ വലം ചുറ്റി വിളങ്ങുകിൽ, സംഗീത റാണിയായിടും മിടഞ്ഞുറ്റെങ്കിൽ നിർധന. വനിതയ്ക്കിത്തരൻ രേഖ ഇടത്തെ കൈ കാണുന്നത് നല്ലതാണെന്ന. അങ്കുഷ്ടമധ്യേ രേഖയ്ക്ക് മുകളിൽ യവരൂപമായി മുദ്രയുള്ള പൂവാൻ സമ്പത്തോടു നൂറ്റാണ്ടുവാണിടും. അങ്കുഷ്ടമധ്യരേഖയ്ക്ക് മുകളിൽ രവരൂപമായി നെല്ലിൻ മണി പോലെ ഉണ്ടാവും ഇവിടെ, ഇത് ഈ വേറെ ഒരു സത്യം കാണാം. ധാന്യ മണി, ഒരുപാട് ധാന്യങ്ങൾ ഉണ്ടാകുന്ന ആളാണ്. അങ്കുഷ്ടമധ്യരേഖയ്ക്ക് മുകളിൽ രവരൂപമായി മുദ്രയുള്ള പൂവാൻ സമ്പത്തോടു നൂറ്റാണ്ടു വാണിടും. അപ്പോൾ 100 വയസ്സ് വരെ ആൾ ജീവിക്കും, ഇങ്ങനെ സമ്പത്തുണ്ട്, ഒത്തിരി സമ്പത്തുണ്ടാവും. പ്രധാനമായിട്ട് നെൽകൃഷി തന്നെ ഒരാളുണ്ടാവും ഇവർക്കെന്ന് പറയുന്നത്, നെല്ലും പറമ്പും എല്ലാം ഉണ്ടാകുന്ന ആളുകളാണ്. വിയാകൃതി നാരിക്ക് കാൺകിലോ നാരി ഭാര്യനെ, പാലനം ചെയ്തിടും പേരു ദേവലോകത്തുമെത്തി. ഇത് സ്ത്രീകൾക്ക് കാണുന്നെങ്കിൽ വളരെ നല്ലതാണ്. കാണികൾ നാടിനെ തന്നെ ഭരിക്കുന്ന, പാലനം ചെയ്തിടും പേരും ദേവലോകത്തും എത്തിയിടും. അപ്പൊ അത്രയും പേരെടുത്ത വ്യക്തിയായിരിക്കും ഈ സ്ത്രീകൾക്ക് ഈ രേഖ കണ്ടാൽ. അങ്കുക്ഷത്തിൻ കൃഷ്ണവർണ്ണ മറുകുണ്ടായ പുരുഷൻ, ഭംഗി വാക്കോതിടുന്നാരി കാണെങ്കിൽ കോപശീലയ. അങ്കുക്ഷത്തിൻ മധ്യഭാഗം, ഇത് ഇവിടുത്തെ ഇവിടെ ഒരു കറുത്ത കുത്ത് വന്നാൽ കൃഷ്ണവർണ്ണം വർത്തം ഉണ്ടെങ്കിൽ, ഒരു മറുകുണ്ടെങ്കിൽ. അങ്കുഷ്ടത്തിൻ കൃഷ്ണവർണ്ണ മറുകുണ്ടായ പുരുഷൻ, ഭംഗി വാക്കോതിടുന്നാരി കാണെങ്കിൽ കോപശീലയ. പുരുഷന്മാർ പറയുന്ന അധികവും നല്ല ഭംഗിയായിട്ട് പറയും, ഭംഗിയായിട്ട് പറയുന്നത് മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നാരിയൊക്കെയാണെങ്കിൽ ഇത് കോപ ഉണ്ടാവും, എപ്പം പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കും. തള്ളയാം വിരലിൻ മധ്യ രേഖയൊന്നായിരിക്കുകിൽ, പുരുഷൻ യോഗിയായിടും നാരി വൈദവ്യമായവൾ. തളയാം വിരലിൻ മധ്യേ ഒറ്റ രേഖ മാത്രം ആടില്ലെങ്കിൽ, നെന്മണിയൊന്നും പോലത്തെ അല്ലാണ്ട് ഒരു രേഖ മാത്രം ചെയ്തേക്കാണ്, ഒരു വര മാത്രം. മധ്യ രേഖയൊന്നായിരിക്കുകിൽ പുരുഷൻ യോഗിയായിടുന്ന, ഒരു സന്യാസിനെ പോലെ ആയിരുന്ന നാരി വൈദവ്യമായവൾ, നാരിക്ക് കുട്ടികളുണ്ടാവില്ല. ഈ രേഖ 2-3 മുറിവില്ലാതെ കാണുകിൽ, പൂമ്രാം കായക സാമ്രാട്ടും നാരിവാത്മിയുമായിടും. അങ്കുഷ്ടത്തിനടിപ്പാതി കധികം വരെയുള്ളവൻ, ദരിദ്രൻ തനിക്കെങ്കിൽ മക്കൾ ധാരാളവും ഫലം. അങ്കുഷ്ടത്തിനടിപ്പാതി അധികം രേഖയുള്ളവൻ, അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ ഈ വിരൽ, ഈ അടിയിൽ ഒരുപാട് വരെയുള്ള ആളുകൾ, ദരിദ്രൻ ആയിരിക്കുന്ന. വനിതയ്ക്കെങ്കിൽ മക്കൾ ധാരാളവും കാണും. തർജിനിക്കഗ്രഖണ്ഡത്തിൽ ശംഖുരേഖ തെളിഞ്ഞവൻ, സൽക്കമനിരൻ സമ്പത്തുണ്ടാക്കി സൽക്കരിക്കുവാൻ. തർജിനിക്കങ്കൻ, തർജിനി എന്ന ഈ വിരലിന്റെ ശംഖുരേഖ തെളിഞ്ഞവൻ അഗ്രഖണ്ഡത്തിൽ ഭാഗത്ത്, സൽക്കർമ്മനിരതൻ സമ്പത്തുണ്ടാക്കി സൽക്കരിക്കുവാൻ, എല്ലാവരെയും സൽക്കരിക്കുന്ന ആളാ. ഇമുദ്ര വനിതക്കുണ്ടായ ലെങ്കിലോ ബുദ്ധിശാലിനി, തന്മക്കൾക്കെന്നുമാ മത്തായ ദൈവതമ്പോൾ വിളങ്ങിടും. സ്ത്രീകൾക്ക് ഏറ്റവും നല്ല, ഏറ്റവും ബുദ്ധിയുള്ളതാ, മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. മക്കൾക്കെല്ലാം ദൈവം പോലെ ഇരിക്കുന്ന ആൾ. ദർജിനി തലയിൽ ചുറ്റി രേഖയൊന്നാളുമാ നരൻ, നിശ്ചയൊന്നാടു കാക്കുന്ന മന്ത്രിസത്തമനായിടും. തർജിനി തലയിൽ ചുറ്റി, ഇത് ഒരു ചൂണ്ടുവിരലിന്റെ ഒരു വട്ടത്തിൽ ആയിട്ട് ഒരു രേഖ ഉണ്ടെങ്കിൽ നിശ്ചയം നാട് കാക്കുന്ന മന്ത്രി സത്തമനായിട്ട്, അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടുവാൻ സാധ്യതയുണ്ട്. വനിതയ്ക്കിത്തരം രേഖ ജനിച്ചാളവൾ ജീവിതം, കന്യയായി നശിച്ചിടും നീതിപീഠത്തിലേറിടും. പെണ്ണുങ്ങൾക്ക് ഈ രേഖ ഉണ്ടെങ്കിൽ ജീവിതം കന്യയായിട്ട് കല്യാണം കഴിക്കൂല, എന്നിട്ട് അവർക്ക് ചിലപ്പോൾ ജഡ്ജി ആവാനും മജിസ്ട്രേറ്റ് ആവാനും കളക്ടറാവാനും സാധിക്കും എന്നാണ് പറയുന്നത്. അത്രയും നല്ലതാണ്, ഒക്കെ കല്യാണം കഴിക്കാനാവില്ല.
കന്യയായി നശിച്ചിട്ടുണ്ട്, കന്യയായി ആയിരിക്കും. കറുത്ത മറുകുച്ചുണ്ട് വിരലിൽ കാണ്ടിടും പൂമാൻ, കറുത്ത ഹൃദയം വേറും നാരിയാണെങ്കിൽ വേശ്യവും. ഈ തർജനിച്ചയിൽ കറുത്ത ഉത്തുവരുവാൻ പാടില്ല. തർജനയിൽ കറുത്ത ഹൃദയം വേറും നാരിയാണെങ്കിൽ വേശ്യവും. ചൂണ്ടോന്നി വിരലിൻ പൂർവ്വ ഗണ്ഡത്തിൽ ഈ 3 രേഖകൾ, കീഴ്മേലുണ്ടാകില മഞ്ഞൻ പണ്ഡിതാഗ്രിവനായിടും. ഈ ചെറിയ വിരലിന്റെ താഴെ ഭാഗത്ത് ഏറ്റവും പൂർവ്വ സ്തംഭത്തല്ല ഇവിടെ. ചൂണ്ടോന്നി വിരലിൻ പൂർവ്വ ഗണ്ഡത്തിൽ 3 രേഖകൾ, കീഴ്മേലുണ്ടാകിലോ മാന്യൻ പണ്ഡിതാഗ്രിവനായിടുക. പണ്ഡിതനായിരിക്കും എന്നാ പറയുന്നത്. മഹിളക്കിത്തരൻ രേഖ കാൺകിലോ കവിയിത്രിയ, മധ്യഖണ്ഡത്തിൽ രേഖ ഉണ്ടായാൽ അവർ നർത്തകി. സ്ത്രീകൾക്ക് 2 ഭാഗത്തും മധ്യത്തിനും പറ്റും, ചൂണ്ടുവിരലിന്റെ മറ്റേ ഈ അടിപ്പാതക്കും പറ്റും. അത് രണ്ടും ഉണ്ടെങ്കിൽ ഒന്നിക്ക കവിയിത്രി ആയിരിക്കും, അല്ലെങ്കിൽ നർത്തകിയായിരിക്കും. പൂമ്പാന്റെ തർജിനി മധ്യ ഭാഗമീ രേഖ തേടുകിൽ, ഗുരുസാംഗീത സാഹിത്യ കലയിൽ കോവിദൻ ദൃഢം. ഈ രേഖ 2-3 രേഖ ഈ മധ്യത്തിലുള്ള ആളുകൾക്ക് പുരുഷനുണ്ടെങ്കിൽ ഗുരു സംഗീത സാഹിത്യ ഗുരുവായിരിക്കും, സംഗീതത്തിന് അല്ല പാട്ടുകാരനായിരിക്കും. സാഹിത്യകലയിൽ കോവിദൻ ദൃഢം, സാഹിത്യത്തിനും പറ്റും. നടുക്കുള്ള വിരൽ തട്ടു 3 ചെറുരേഖകൾ, കീഴ്മേലുണ്ടായിടും മർത്യൻ കടം കൊണ്ടുലയുന്നതാ. അപ്പോൾ ശനി വിരലാണ് നടുവിരൽ, ഈ വിരല് നടുക്കുള്ള വിരല്. നടുക്കുള്ള വിരൽ തട്ട് 3 രേഖകൾ, ചെറിയ ചെറിയ രേഖകളുണ്ടായാൽ, കീഴ്മേലുണ്ടായാൽ നേരെ താഴോട്ടും മേലോട്ടായിട്ട് കടം കൊണ്ടറിയുന്നത്, അവന് കടം പിടിച്ച വ്യക്തിയായിരിക്കും. നാരിക്ക് രേഖയുണ്ടെങ്കിൽ മാരത്തി കൊണ്ടുവാണിടും വണ്ടിടും, വാരസ്ഥാനത്തിരുന്നാലും വാരസ്ത്രീയായി വാണിടും. അപ്പോ നാരിക്ക് രേഖയുണ്ടെങ്കിൽ മാരത്തി തലയെത്തിയിട്ട് വാണ്ടിയിരുന്ന. അതിന് എന്താ ചെയ്യണ്ടേ, ഞാൻ എന്താ വാണ്ടി, എന്താ ചെയ്യണ്ടേ, ഞാൻ എങ്ങനെ ജീവിക്കൂ എന്നുള്ളത് വിചാരിച്ചിട്ട് ഈ സ്ത്രീകൾക്കും ഈ രേഖ നല്ലതല്ല. നടുവിരലിൽ വാരസ്ത്രീയായി വാണിടുന്നാവില്ല. നടുക്കുള്ള വിരൽ തുമ്പം തടത്തിൽ ശംഖു കാണുകിൽ, വടവാർ നാടു പാലിക്കും വടതൻ തലവൻ പുമാൻ. അതിൽ ശംഖ് കാണുന്നത് നല്ലതാണ്, അതിൽ നാടു പാലിക്കും, മറ്റു പടയാളിയായിരിക്കും. കറുത്ത പുള്ളി മധ്യ വിരലിൽ കളിയിടുവോൻ, ഗുരുത്തം കെട്ടവൻ പെണ്ണ് മരിക്കും വരമച്ചിയും. അണിയാം വിരലിൽ തുമ്പത്തണയും ശംഖമെങ്കിലോ, ഗുണവാൻ പുരുഷൻ നാരി ഗുണമൊട്ടുമയാത്തവൾ. അണിവിരലിൽ മോതിര വിരലെന്ന് പറയും, അതിൽ ശംഖ് കണ്ടാൽ വളരെ നല്ല ഗുണവാനാണ് പുരുഷൻ. നാരിക്ക് നന്നില്ല, ആ രേഖ. തേർനിറപ്പുള്ളി ആളിയിടൂ മണിയാം വിരലുള്ളവൻ, ധനികൻ നാരിയാണെങ്കിൽ നീതിപീഠത്തിൽ നായിക. തേർനിറപ്പുള്ളി ചില കാണാം ഈ വിരലുകൾക്ക്, അത് ചെറുവിരലിന്റെ അടുത്ത വിരല്. അപ്പോ രേന്ദ്രപ്പുള്ളിയാൾ അണിയാൻ വരുന്നത് ധനികനായിരിക്കും, നാരിയാണെങ്കിൽ നീതിപീഠത്തിൽ നായിക. അപ്പോൾ ഒരു മജിസ്ട്രേറ്റോ മറ്റുള്ള ഒരു ഓഫീസിന്റെ തലവനായിരിക്കും. അപ്പം സ്ത്രീകൾ ഓഫീസിന് എല്ലാം ഒരു ഉയർന്ന ഓഫീസർമാരായിരിക്കും. അണിയാം വിരലിന്മേലെ തട്ടോളം ചെറുതാം വിരൽ, നീണ്ടു നിൽക്കും മാനവർക്ക് ദീർഘായുസുണ്ട് നിശ്ചയം. ആ ചെറുവിരല് ഇതിന്റെ മധ്യത്തിൽ കടന്നു കിട്ടാൻ, അത് ദീർഘായുസുണ്ടല്ല. ചെറുതാം വിരലിനെ തട്ടിലായി ശംഖു കാണുകിൽ, പുരുഷൻ നീതിവാൻ നാരി വാക്വിലാസിനി നിർണയം. അപ്പോ അതിൽ ചെറുവിരലിൽ ശംഖ് കണ്ടാൽ നല്ലതാണ്, അത് പുരുഷൻ നീതിവാനാണ്. മറ്റേ സ്ത്രീകൾക്ക് വാക്വിലാസിനി, വാക്കുകൊണ്ടെല്ലാം വക്കീൽ വരെ ആകുന്നില്ല. ഇതിന്റെ മധ്യഖണ്ഡത്തിൽ കീമേലായി 3 രേഖകൾ, തെളിഞ്ഞിട്ടുള്ളവൻ യോഗി നാരി വിശ്വാസവഞ്ചകി. ഇതിന്റെ മധ്യഖണ്ഡത്തിൽ 3 രേഖകൾ നിൽക്കുന്നെങ്കിൽ അത് യോഗിയായിരിക്കുന്ന ഒരു സന്യാസിനെ പോലത്തെ ആളായിരിക്കും. നാരി വിശ്വാസം വഞ്ചകിയായിരിക്കുന്ന. പൂർവഖണ്ഡത്തിൽ ഈ രേഖ ഉണ്ടാകും പുരുഷൻ ഗലൻ, നാരിയാണെങ്കിൽ അന്യന്റെ മുതലിൽ കൊതിയുള്ളവൾ. പൂർവഖണ്ഡത്തിൽ 5-6 രേഖയുവാണുള്ളതെങ്കിലോ, സൽസന്താനങ്ങളെ കൊണ്ടു സൗഭാഗ്യം നേടിടുന്നവർ. പൂർവഖണ്ഡത്തിൽ ഈ പൂർവഖണ്ഡം തരുന്നത് 5-6 രേഖ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സൽസന്താനങ്ങളെ കൊണ്ട് സൗഭാഗ്യം കിട്ടും. പുരുഷനും സ്ത്രീക്കെല്ലാം കണക്കാം, പുരുഷനായാലും സ്ത്രീ ആയാലും ഇല്ല, ഇവർക്ക് രണ്ടാൾക്കും ഗുണം കിട്ടും. അനിതൻ മധ്യഖണ്ഡത്തിൽ മധ്യമാ ചെറുതാം വിരൽ, വിശ്രമിച്ചെങ്കിലാമർത്യൻ തസ്കരൻ നാരിമച്ചിയും. അത് എൻ്റെ മധ്യഖണ്ഡത്തിൽ മധ്യമായി ചെറുതാം വിരൽ വിശ്രമിച്ചെങ്കിലോ,
അതിൻ്റെ ചെറിയ 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 വിരലെന്നറിയും അത് ഒരത്ര അത് നല്ലതല്ല. അപ്പോൾ ഇനി കൈയും വിരലും കഴിഞ്ഞ് ഇനി മറ്റ് ഉള്ളതിനെ പറ്റി മണ്ഡലങ്ങളെ പറ്റിയാണ് അടുത്ത വീഡിയോ പറയുന്നത്. ഇന്നത്തെ ഇത്രയും കൊണ്ട് മണി ഓരോരുത്തർക്കുള്ള ഓരോ പിന്നെ വ്യാഴം എങ്ങനെ നിൽക്കുന്നു കയ്യിൽ, ശനി എങ്ങനെ നിൽക്കുന്നില്ല അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക.